ലൈഫ് ആകെ ബിസി ആയി പോയടോ. ക്ലാസ്സും കോണ്ടന്റ് ക്രിയേഷനും ബേക്കിങ്ങും മോളെ നോക്കലും എല്ലാം കൂടി ആയിട്ട് ആകെ തിക്കും തിരക്കായി ഓരോ ദിവസവും. ക്ലാസ് കഴിഞ്ഞിട്ട് വർക്ക് കഴിയാത്തതുകൊണ്ട് തന്നെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ വർക്കിനേക്കാളും കൂടുതൽ നടന്നത് ഫുഡ് അടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയും പിന്നെ ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടം ഒക്കെ കൂടിയായിട്ട് നല്ലൊരു തട്ട് തട്ടിയിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ മിനി വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈഫ് ഈസ് മെസ്ഡ് അപ്പ് എന്ന്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായതുകൊണ്ട് തന്നെ ഒരു ദിവസം പോണത് തന്നെ അറിയുന്നില്ല കേട്ടോ. ഇത് ഇപ്പം എൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ മാത്രമല്ല, ആസ് എ മോം എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഇപ്പുറത്തെ സൈഡിലും ഉണ്ടല്ലോ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് മോൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഓളായിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കാലമായിട്ട് മോളായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ മോം ഗിൽറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഞാൻ ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് തന്നെ ഓളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയി നിൽക്കണുണ്ട്. എത്ര തന്നെ ടയർഡാണെങ്കിലും എനിക്ക് തന്നെ ഓർമ്മ വരും ഈ നീഹയുടെ ഈ ഒരു ഏജ് ഇപ്പോഴല്ലേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞു. അപ്പം മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ തന്നെ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ഞാൻ നോക്കലുണ്ട്. അന്ന് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ ഞാൻ റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കും. ഇത് നമ്മൾ വീട്ടിൽ ചെയ്തിരിക്കുന്ന ബണ്ണിൻ്റെ റെസിപ്പിയാണ്. അപ്പം വൈകാതെ തന്നെ ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യട്ടാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.